എല്ലാവർക്കും രാബിഡി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് തൊഴിലവസരങ്ങളാണ് നോക്കുന്നത്. PSC വഴിയുള്ള തൊഴിലവസരങ്ങളല്ല, അതല്ലാതെയുള്ള താൽക്കാലിക ഒഴിവുകൾ അങ്ങനെയുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് ഞാൻ പത്രങ്ങളിൽ കൂടിയും അതുപോലെ മറ്റ് വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും കണ്ടിട്ട് അത് ആർക്കെങ്കിലും പ്രയോജനകരമാവട്ടെ എന്നുള്ള വിചാരത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശ്വാസ്യത നിങ്ങളതിൽ കൊടുത്തിരിക്കുന്ന ഒന്നെങ്കിൽ ഫോൺ നമ്പർ വഴിയോ അല്ലെങ്കിൽ അഡ്രസ്സ് വഴിയോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് തൊഴിലവസരങ്ങളെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫാർമസിസ്റ്റ് താൽക്കാലിക നിയമനം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ കരാർ അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നിയമനത്തിന് ജൂൺ 25 വാക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് www.rcctvm.gov.in എന്ന സൈറ്റ് സന്ദർശിച്ച് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ റിസപ്ഷനിസ്റ്റ് അപ്രൻറ്റീസ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്കായി നിയമനത്തിന് ജൂൺ 24 രാവിലെ 10 വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് www.rcctvm.gov.in എന്ന സൈറ്റിൽ സന്ദർശിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ ഡെപ്യൂട്ടേഷൻ ഒഴിവുണ്ട്. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ ക്ലർക്ക്, ഓഫീസ് അറ്റൻഡർ തസ്തികകളിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളിൽ തത്തുല്യ തസ്തികയിലുള്ള ജീവനക്കാർക്ക് അപേക്ഷിക്കാം. കേരള സർവീസ് റൂൾ പാർട്ട് 1 ചട്ടം 144 അനുസരിച്ചുള്ള നിശ്ചിത മാതൃകയിലെ അപേക്ഷ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സഹിതം ബന്ധപ്പെട്ട വകുപ്പ് മേധാവി മുഖാന്തിരം കേരള റോഡ് സുരക്ഷാ കമ്മീഷണർ ട്രാൻസ് ടവേഴ്സ് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ ജൂൺ 30 സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 0471-233-6369 എന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ താൽക്കാലിക നിയമനമാണ്. ശ്രീ സ്വാതി തിരുനാൾ സർക്കാർ സംഗീത കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ വയലിൻ, ഡാൻസ്, കേരള നടനമാണ്, വോക്കൽ, മൃദംഗം വിഭാഗത്തിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്ക് അതിഥി അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അതായത് ഗസ്റ്റ് അധ്യാപകരെയാണ്. നിശ്ചിത യോഗ്യതയുള്ളവരും ഗസ്റ്റ് ലെക്ചർ പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ വയലിൻ വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ 21 ഡാൻസ് വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ 26 വോക്കൽ വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ 27 മൃദംഗ വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ 28 അതാത് ദിവസം രാവിലെ 10 കോളേജിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാം. വിദ്യാഭ്യാസ യോഗ്യതകൾ, മാർക്ക് ലിസ്റ്റുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ മുതലായവയുടെ അസലും പകർപ്പുകളും അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അടുത്ത് വന്നിരിക്കുന്ന പട്ടികവർഗ വികസന കീഴിലുള്ള ഒഴിവാണ്. നമുക്ക് നോക്കാം. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ 3 റെസിഡൻഷ്യൽ സ്കൂളുകൾ, 4 ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും കരിയർ ഗൈഡൻസ് നൽകുന്നതിനുമായി 2024-25 അധ്യയന വർഷത്തേക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. നെടുമങ്ങാട് ITDP ഓഫീസിൽ ജൂൺ 19 രാവിലെ 10:30 അഭിമുഖം. യോഗ്യത MA സൈക്കോളജി, MSW, MSc സൈക്കോളജി. പ്രായപരിധി 25-45 മതി. പ്രതിമാസം 11,000 രൂപ ഓണറേറിയം ലഭിക്കുന്നതാണ്. 2,000 രൂപ യാത്രാപ്പടിയും ലഭിക്കും. ആകെ ഒഴിവുകൾ വന്നിട്ട് 3 എണ്ണമാണ്. പുരുഷൻ 1, സ്ത്രീ 2 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. അടുത്ത ഒഴിവ് നോക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ളതാണ്. കേരള സർക്കാരിൻ്റെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാനേജിംഗ് ഡയറക്ടർ തസ്തിക ഉൾപ്പെടെ വിവിധ ഒഴിവുകൾ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. സിഡ്കോ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡ്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ടെക്സ്ഫെഡ്, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, വിവിഡ് എന്നിവിടങ്ങളിൽ മാനേജിംഗ് ഡയറക്ടർ തസ്തികയിലെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്.
കിഫ്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ് കിഫ്ബി സബ്സിഡിയറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ഒഴിവുണ്ട്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ഒഴിവുണ്ട്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അതായത് KSDPL ലിമിറ്റഡിലെ വിവിധ തസ്തികകൾ. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് കമ്പനി സെക്രട്ടറി തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് kpesrb.kerala.gov.in എന്ന സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. അടുത്തത് ലൈബ്രറിയൻ നിയമനമാണ്. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൻ്റെ നിയന്ത്രണത്തിലുള്ള നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കരാർ അടിസ്ഥാനത്തിൽ ലൈബ്രറിയനെ നിയമിക്കുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വനിതകൾക്കാണ് അവസരം. യോഗ്യത ലൈബ്രറി സയൻസിൽ ബിരുദം, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ലൈബ്രറി കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രതിമാസം 22,000 രൂപ ലഭിക്കുന്നതാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജൂൺ 28-നകം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി 680307 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ കൂടിയുണ്ട് 0480270610. ഈ ഫോൺ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനമാണ്. തൃശ്ശൂർ ജില്ലയിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് ഫിസിയോതെറാപ്പിസ്റ്റിനെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിയോതെറാപ്പി ബിരുദം, ബിരുദാനന്തര ബിരുദം, സ്പോർട്സ് മെഡിസിനിൽ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. പ്രതിമാസം 21,000 രൂപ ലഭിക്കുന്നതാണ്. ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പ് സഹിതം ജൂൺ 27 രാവിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ചിൽ ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പറുണ്ട് 0487299411. അടുത്തത് ഒരു താൽക്കാലിക നിയമനമാണ്. ട്രിഡ വഴി നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ചുവടെ വിവരിക്കുന്ന തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ്, ക്ലർക്ക്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ്, മെസ്സഞ്ചർ തസ്തികകളിലാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത, ശമ്പളം, അപേക്ഷാ ഫോറം തുടങ്ങിയ വിവരങ്ങൾക്ക് ട്രിഡ അതായത് www.trida.kerala.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. കൂടാതെ പ്രവൃത്തി ദിവസങ്ങളിൽ തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള ട്രിഡ ഓഫീസിൽ നിന്ന് നേരിട്ടറിയാവുന്നതാണ്. അതിന് ഫോൺ നമ്പറുണ്ട് 0471272274. അടുത്ത നമ്പർ 272223. വേറെണ്ണം കൂടെ ഉണ്ട് നമ്പർ 272317. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ജൂൺ 6 വൈകിട്ട് 5 വരെ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇതാണ്. ഇത് താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിന് ശേഷം അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.